വെൽക്കം. റഹ്മാനാണ്. ഇൻഫ്ലമേഷൻ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷനെ കുറിച്ചിട്ടാണ് പറയാം. മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഫ്ലമേഷൻ നടക്കുന്ന ഇവന്റ്സ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? വൺ ഈസ് വാസ്കുലാർ ഇവന്റ്സ്, ബ്ലഡ് വെസലിൽ നടക്കുന്ന ഇവന്റ്സ്. രണ്ട് സെല്ലുലാർ ഇവന്റ്സ്, സെല്ലുകൾ ചെയ്യുന്ന പണികൾ. സോ ഇതെല്ലാം നടത്തുന്നത് ചില കെമിക്കൽസ് വഴിയാണ്. സോ ദർ ആർ കെമിക്കൽസ് വിച്ച് ഡയറക്ട് ദീസ് വാസ്കുലാർ ഇവന്റ്സ് ആൻഡ് ദീസ് സെല്ലുലാർ ഇവന്റ്സ്. സോ അതാണ് ഈ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. സോ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻസ് ആർ കെമിക്കൽസ് വിച്ച് ഡയറക്ട് ദ വാസ്കുലാർ ഇവന്റ്സ് ആൻഡ് സെല്ലുലാർ ഇവന്റ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. ആൻഡ് ഈ കെമിക്കൽസിനെ നമുക്ക് ബേസിക് ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സെൽ ഡിറൈവ്ഡ് ആണ്. സെൽ ഡിറൈവ്ഡ്, സെല്ലിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൽ പങ്കെടുക്കുന്ന വിവിധ തരം സെല്ലുകളിൽ നിന്നുണ്ടാവുന്നതാണ് സെൽ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ്. രണ്ടാമത്തേത് പ്ലാസ്മ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ് ആണ്. പ്ലാസ്മ ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്ലാസ്മയിലുള്ളതാണ്. ഇൻഫ്ലമേഷൻ സൈറ്റിൽ ബ്ലഡ് എത്തുമ്പോൾ ആ ബ്ലഡ് പ്ലാസ്മയിലൂടെ അവിടെ എത്തുന്നു. അങ്ങനെ ഇൻഫ്ലമേഷൻ സൈറ്റിൽ പങ്കെടുക്കുന്നതാണ് പ്ലാസ്മ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ്. നമ്മൾ ഈ സെൽ ഡിറൈവ്ഡിനെ വീണ്ടും രണ്ടാക്കുകയാണ്. സെൽ ഡിറൈവ്ഡ് ഈസ് ക്ലാസിഫൈഡ് അഗെയിൻ ഇൻടു ടു. രണ്ടാക്കുക. ഒന്ന് പ്രീ ഫോംഡ് ആണ്. പ്രീ ഫോംഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇൻഫ്ലമേഷൻ നടന്നാലും ഇല്ലേലും ഇത് അവിടെ ഉണ്ട്, നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ ഇടപെടാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സംഭവം. ആൻഡ് ഇത് രണ്ടും ഈ പറയാൻ പോകുന്ന രണ്ടെണ്ണവും ബ്ലഡ് വെസലിൽ പ്രവർത്തിക്കുന്ന അമീൻസ് ആണ്. അപ്പൊ നമുക്ക് അവയെ വാസോ ആക്റ്റീവ്, വാസോ മീൻസ് ബ്ലഡ് വെസൽ, ആക്റ്റീവ് അമീൻസ് എന്ന് വിളിക്കാം. പേരുകൾ നമുക്കറിയാവുന്ന തന്നെയാണ്. വൺ ഈസ് ഹിസ്റ്റമിൻ ആണ്, ഹിസ്റ്റമിൻ ആണ്. രണ്ടാമത്തെ 5-ഹൈഡ്രോക്സിറ്റമിൻ ഓർ സീറോട്ടോണിൻ, വേറെ പേരാണല്ലോ സീറോട്ടോണിൻ. ആൻഡ് രണ്ടാമത്തെ വിഭാഗം പ്രീഫോംഡ് അല്ല, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ആ സൈറ്റിൽ അവിടെ വെച്ച് അപ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. കാലിലിട്ട് ഇപ്പൊ ചുട്ടെടുക്കുന്ന ദോശ അല്ലെങ്കിൽ ഇപ്പൊ അടിച്ചെടുക്കുന്ന പൊറോട്ട എന്നൊക്കെ പറഞ്ഞ പോലെ ഡി നോവോ സിന്തസൈസ്ഡ് ആണ് സംഭവങ്ങൾ. അവിടെ വെച്ച് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ന്യൂലി സിന്തസൈസ്ഡ് ആണ്. സോ രണ്ടാമത്തത് അപ്പൊ ഡീനോവോ സിന്തസൈസ്ഡ് ആണ്. ആൻഡ് ഇതിൽ ആദ്യത്തേത് സെൽ മെംബ്രെയിൻ പൊട്ടിയിട്ട് വിവിധ തരം സെൽ മെംബ്രെയിനുകൾ പൊട്ടുന്നുണ്ട് ഇൻഫ്ലമേഷനിൽ. അതിൽ നിന്നുണ്ടാകുന്ന അരാക്കിഡോണിക് ആസിഡ് ആൻഡ് ഇറ്റ്സ് മെറ്റബോളൈറ്റ്സ്, അതിന്റെ മെറ്റബോളൈറ്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് വരും, ത്രോംബോക്സൈൻസ് വരും, ലൂക്കോട്രൈൻസ് വരും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ആൻഡ് ഇതെല്ലാം തന്നെ ലിപ്പിഡ്സ് ആണ്. സോ ലിപ്പിഡ് ഡിറൈവ്ഡ് ആണ്. സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ആണ്. സോ ലിപ്പിഡ് മോയിറ്റീസ് ആണ്. രണ്ടാമത്തത് സൈറ്റോകൈൻസ് ആണ്. സൈറ്റോകൈൻസ് ആൻഡ് സൈറ്റോകൈൻസ് തന്നെ ഉള്ളത് തന്നെയാണ് കീമോകൈൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. സോ ഇതെല്ലാം പെപ്റ്റൈഡ്സ് ആണ്. ഇത് പെപ്റ്റൈഡ്സ് ആണ്. ആൻഡ് മൂന്നാമത്തത് നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. ദെൻ അതർ ഫ്രീ റാഡിക്സ്, മറ്റ് ഫ്രീ റാഡിക്കൽസ് കൂടിയുണ്ട്. ആൻഡ് പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ഇതിന്റെ ഏകദേശം വകഭേദമാണ്. ദെൻ ലൈസോസോമൽ ഗ്രാന്യൂൾസ് ഉണ്ട്. ദെൻ ന്യൂറോപെപ്റ്റൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ അതർ ഗ്രൂപ്പ്സ്. രണ്ടാമത്തെ വിഭാഗം പ്ലാസ്മ ഡിറൈവ്ഡ് ആണ്. ഇതാണ് പ്ലാസ്മ ഡിറൈവ്ഡ് സംഭവങ്ങളാണ്. ഇത് ബ്ലഡ് പ്ലാസ്മയിലൂടെ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതെല്ലാം അധികവും പ്ലാസ്മ പ്രോട്ടീസ് ആണ്. പ്ലാസ്മ പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം. ഇതൊരു പ്രോട്ടീൻ ആണെങ്കിൽ ആൻഡ് ഇവിടെയൊക്കെ വെട്ടിക്കളയുമ്പോഴത്തേക്കും ദിസ് ബിക്കം ആക്റ്റീവ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒന്ന് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. ബ്ലഡ് ക്ലോട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് അത് മാറണം, കുറയ്ക്കണം, അതിനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് സിസ്റ്റം നമ്മൾ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചിട്ടുള്ള സിസ്റ്റം. രണ്ടാമത്തത് ഫൈബ്രിനോലിറ്റിക് സിസ്റ്റം ആണ്. ഫൈബ്രിനോലിറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി ഫൈബർ ഉണ്ടായി, ഇനി ആ ഫൈബറിന് അങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, അത് അലിയിച്ച് കളയണം. അപ്പോൾ അതിനുള്ള സിസ്റ്റമാണ് ഫൈബ്രിനോലിറ്റിക് സിസ്റ്റം. മൂന്നാമത്തത് കൈനിൻ സിസ്റ്റം ആണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് കൈനിൻ സിസ്റ്റം. നാലാമത്തത് കോംപ്ലിമെന്റ് സിസ്റ്റം ആണ്. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാണ് ഈ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഡിസ്കഷനും ഇൻഫ്ലമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പരമാവധി പറയൂ. ഇപ്പോൾ ഹിസ്റ്റമിന് എഴുന്നേറ്റിരിക്കുന്ന ആക്ഷൻ ഉണ്ട്, സിറട്ടോണിന് ഉറക്കം ഉണ്ടാക്കുന്ന ആക്ഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ആക്ച്വലി ഇൻഫ്ലമേഷനായിട്ട് ബന്ധമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നേരിട്ട് ഇൻഫ്ലമേഷനായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. സോ അപ്പോൾ ഞാൻ ഓൺലി വെരി സ്ട്രിക്ട്ലി റിലവൻറ്റ് ടു ഇൻഫ്ലമേഷനുള്ള കാര്യം മാത്രമേ പറയൂ. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരു 2 മണിക്കൂർ പറഞ്ഞാലും തീരില്ല. നമുക്ക് ആദ്യം സെൽ ഡിറൈവ്ഡ് അല്ലെ പ്രഥമൻ നമുക്ക് പറയാനുള്ളത് ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഹിസ്റ്റമിൻ എവിടെയാണ്? പ്രധാനമായിട്ട് ഇറ്റ്സ് ഇൻ ദ മാസ്റ്റ് സെല്ലിലാണ്. ഓക്കെ, ബ്ലഡ് സെൽസിന്റെ തൊട്ടടുത്ത സെൽ അവിടെയാണ് ഇതുള്ളത്. ആൻഡ് ഓൾസോ ഇൻ ബേസോഫിൽസിലുണ്ട്, പ്ലേറ്റ്ലെറ്റ്സിലും കുറച്ച്. ആൻഡ് ഇറ്റ് ഈസ് പ്രീ ഫോംഡ് ആണ്. അതവിടെ നേരത്തെ ഉണ്ട്, അല്ലാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയതല്ല. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1
എനി ഫിസിക്കൽ ഇഞ്ചുറി, എവിടെയെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായാൽ അവിടെ ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാകും. 2 ഇമ്മ്യൂൺ റിയാക്ഷൻസ് വഴി, പ്രത്യേകിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആന്റിബോഡീസ് വഴി നമുക്ക് ഇത് റിലീസ് ചെയ്യും. മൂന്നാമത്തത് C3A ആൻഡ് C5A പോലെയുള്ള നമ്മൾ അനാഫിലാടോക്സിൻസ് ആണ്. ഇവിടെ ഫ്രാഗ്മെന്റ്സ് മൂലം ഇത് റിലീസ് ചെയ്യാം. ഇത് നമുക്ക് കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ പറയാം. ആൻഡ് നാലാമത്തത് WBCയിൽ നിന്നുള്ള ചില പ്രോട്ടീൻസ്, WBC എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ്, ഡിറൈവ്ഡ് പ്രോട്ടീൻസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്പോൾ നമുക്ക് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ദെൻ ബിക്കോസ് ഓഫ് സം ന്യൂറോപെപ്റ്റൈഡ്സ് വഴി വരാം. ദെൻ ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 8 ഇതൊക്കെ മൂലം റിലീസ് ചെയ്യാം. സോ റിലീസ് ഓഫ് ഹിസ്റ്റമിൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ റിലീസ് ഉണ്ടായാൽ ഹിസ്റ്റമിന് ഇൻഫ്ലമേഷനിൽ എന്താണ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോൾ ഇൻ ഇൻഫ്ലമേഷൻ ഒന്ന് ആർട്ടീരിയോൾസ് സ്പെല്ലിംഗ് നോക്കല്ലേ, ആർട്ടീരിയോൾസ് ഡയലേറ്റ് ചെയ്യും. ഡയലറ്റേഷൻ ഓഫ് ആർട്ടീരിയോൾസ് ആണ്. 2 ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി, അതിന് കാരണം ഇപ്പോൾ എൻഡോത്തീലിയൽ സെൽസ് ഇതാണെങ്കിൽ ഇവ കൺട്രാക്ട് ചെയ്യും. എൻഡോത്തീലിയൽ സെൽസ് ചുരുങ്ങുകയാണെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ദെൻ 4ാമത്തെ ഇച്ചിങ് ഉണ്ടാക്കും, ഇച്ചിങ് ആൻഡ് പെയിൻ ഒക്കെ ഉണ്ടാക്കാം. 5ാമത്തെ ബ്രോങ്കോ കൺസ്ട്രിക്ഷനും ഉണ്ടാക്കാം, രണ്ടാമത്തെ മീഡിയേറ്റർ നമ്മൾ പറയാനുള്ളത് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആണ്, അല്ലെങ്കിൽ സീറോട്ടോണിൻ എന്ന് പറയുന്ന ആളാണ്. ആൻഡ് ഇത് ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? ഇത് GITയിലാണ്. GITയിൽ എൻറ്ററോക്രൊമാഫിൻ സെൽസിലാണ് ഇത് കൂടുതൽ ഉള്ളത് നമുക്കറിയാം. ദെൻ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പ്ലേറ്റ്ലെറ്റ്സിലാണ്, പിന്നെ ബ്രെയിനിലാണ് ഇതുള്ളത്. ആൻഡ് ഇതിന്റെ ആക്ഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഹിസ്റ്റമിനൊക്കെ പോലെ തന്നെയാണ് മിക്കവാറും ആക്ഷൻ. പക്ഷെ വാസ്കുലാർ പെർമിയബിലിറ്റി ഉണ്ടാക്കുന്നത് ഹിസ്റ്റമിനെ അപേക്ഷിച്ച് ഇവന് 580 കുറവാണ്, കുറച്ച് ലെസ് പൊട്ടന്റ് ആണ്. അതാണ് ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇനി ഹിസ്റ്റമിനെ കുറിച്ചും 580 കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ ഹിസ്റ്റമിനെ കുറിച്ചുള്ള വീഡിയോ കിടപ്പുണ്ട്. 580 കുറിച്ചുള്ള വീഡിയോ എന്റെ സെപ്പറേറ്റ് ഞാൻ ഫാർമക്കോളജിയുടെ അകത്ത് കിടപ്പുണ്ട്. ഇനി രണ്ടാമത്തത് ഡിനോവോ, അവിടെ വെച്ച് അപ്പോൾ ഉണ്ടാക്കി അടിച്ചെടുക്കുന്ന പൊറോട്ടയെ പറ്റിയാണ്. ഡിനോവോ സിന്തസിസ് ആയിട്ടുള്ള കെമിക്കൽസിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ സെൽ മെംബ്രെയിൻ തകരുന്നുണ്ട്, തീർച്ചയായിട്ടും സെൽ മെംബ്രെയിൻ തകരും. അവിടെ വരുന്ന WBCകളുടെ ഒക്കെ തകരുന്നുണ്ട്, മറ്റു പല സെല്ലുകളുടെയും ഒക്കെ അവിടെ തകരുന്നുണ്ട്. സോ സെൽ മെംബ്രെയിൻ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെയാണ് സെൽ മെംബ്രെയിൻ വരയ്ക്കുക അല്ല. ഇതെന്തോ സാധനം? ദിസ് ഈസ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡിൽ ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറയുന്ന ഒരു എൻസൈം പ്രവർത്തിക്കുകയാണ് എന്ന് കരുതുക. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ലിപ്പിഡ്സ് ഉണ്ടാകണമല്ലോ. ഈ ലിപ്പിഡ്സിന്റെ പേരാണ് ഒരു പ്രധാനപ്പെട്ട ആളാണ് അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയും. ഒരു 20 കാർബണൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ സാധനം അരാക്കിഡോണിക് ആസിഡ്. ഓർമ്മയിൽ ഇത് എയ്ക്കോസാപെന്റനോയിക് ആസിഡ് ആണ്. ആൻഡ് ഈ അരാക്കിഡോണിക് ആസിഡിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള വിവിധ തരം എൻസൈംസിന്, എൻസൈം 1 പ്രവർത്തിക്കാം, എൻസൈം 2, എൻസൈം 3 ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരം എൻസൈംസിന് പ്രവർത്തിക്കാം. ഇങ്ങനെ ഉണ്ടായ ഈ അരാക്കിഡോണിക് ആസിഡിൽ പ്രവർത്തിക്കുന്ന ഒരു എൻസൈമാണ് കോക്സ്, സൈക്ലോ ഓക്സിജനേസ് എന്നാണ് അതിന്റെ പേര്. കോക്സ് 1 ഉണ്ട്, മിക്കവാറും അതാണ് ഏറ്റവും കൂടുതൽ. കോക്സ് 2 എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് മാത്രം ഇൻഡ്യൂസിബിൾ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഇത് പ്രവർത്തിച്ചാൽ അതിൽ നിന്നുണ്ടാവുന്ന സാധനത്തിന്റെ പേരാണ് PGG2 എന്നാണ്. ആൻഡ് PGG2 ഒന്ന് മാറി PGH2 ആകും. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് നമുക്ക് സൈക്ലിക് എൻഡോപെറോക്സൈഡ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ഈ PGH2ൽ നമുക്ക് ഇനി പല എൻസൈംസിനും പ്രവർത്തിക്കാം. ഒരു എൻസൈമാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ D2 ഉണ്ടാകാം, പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഉണ്ടാകാം, പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫ ഉണ്ടാകാം. ആൻഡ് ഇത് മൂന്നും വാസോ ഡയലേഷൻ ആണ് ഉണ്ടാക്കുക. ആൻഡ് PGE2 വേദന, പെയിൻ സെൻസേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെൻസിറ്റൈസ് ചെയ്യുന്ന സംഭവമാണ്. സോ ഡോളർ ഓഫ് ഇൻഫ്ലമേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. PGF2 ആൽഫയ്ക്ക് കൺട്രാക്ഷൻ, ന്യൂട്രൈൻ കൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന പണിയൊക്കെയാണ് ഉള്ളത്. സോ ഇതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തേസ് വഴി ഉണ്ടാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, PGs എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. രണ്ടാമത്തെ ഒരു എൻസൈം ഉള്ളത്, അതിന്റെ പേര് ത്രോംബോക്സൈൻ സിന്തേസ്. ത്രോംബോക്സൈൻ ഉണ്ടാവട്ടെ അല്ലെ എന്ന് പറഞ്ഞ പിന്നെ ത്രോംബോക്സൈൻ ഉണ്ടാവണം. ത്രോംബോക്സൈൻ A2 എന്ന് പറയുന്ന സംഭവമാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ത്രോംബോക്സൈൻ A2ന് 2 ആക്ഷൻസ് ആണുള്ളത്. ഒന്ന് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ്.
പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി. രണ്ടാമത്തത് വാസോ കൺസ്ട്രിക്ഷൻ ആണ്, ബ്ലഡ് വെസൽ ചുരുങ്ങട്ടെ എന്ന് പറയലാണ് അതിന്റെ ജോലി. ആൻഡ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ H2 നിന്നുണ്ടാകുന്ന മൂന്നാമത്തെ ആള് അല്ലെങ്കിൽ മൂന്നാമത്തെ എൻസൈമിന്റെ പേര് പ്രോസ്റ്റാസൈക്ലിൻ സിന്തേസ് എന്നാണ്. അത് പറഞ്ഞാൽ അപ്പോൾ പ്രോസ്റ്റാസൈക്ലിൻ ഉണ്ടാകണം. അതിന്റെ പേര് PGI2 എന്നാണ്. സോ PGI2 ഇസ് പ്രോസ്റ്റാസൈക്ലിൻ ആണ്. ഇതിന്റെ പണി എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ജോലി. എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ തടയുക എന്നുള്ളതാണ്. സോ ഇൻഹിബിറ്റ് എന്ന് എഴുതുക, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. വാസോ കൺസ്ട്രക്ഷൻ അല്ല, വാസോ ഡയലേറ്റർ ആണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട പ്രോസ്റ്റാഗ്ലാൻഡിൻസ് വിച്ച് ആർ ഫോംഡ് ഡ്യൂറിംഗ് ദ ഇൻഫ്ലമേറ്ററി പ്രോസസ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ പ്രധാനപ്പെട്ട മരുന്നുകളൊക്കെ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ്. ഒന്ന് നമ്മുടെ സ്റ്റിറോയിഡ് ഇവിടെ ആക്ട് ചെയ്യുന്നതാണ്, കോർട്ടിക്കോസ്റ്റെറോയിഡ്. ദെൻ ഇവിടെയാണ് നമ്മുടെ എല്ലാ NSAIDs എല്ലാം ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിനെ തടയുന്നതാണ് നമ്മുടെ ലോ ഡോസ് ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന്. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി അരാക്കിഡോണിക് ആസിഡിൽ നിന്ന്, അരാക്കിഡോണിക് ആസിഡിൽ പ്രവർത്തിക്കുന്ന ഒരു എൻസൈമാണ് 5-ലിപ്പോക്സിജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് 5-HEHPETE ആണ്. ഈ പേര് കേട്ടൊന്നും പേടിക്കണ്ട. ഹൈഡ്രോക്സി പെറോക്സി ഐക്കോസ ടെട്രോയിക് ആസിഡ്, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സാധനമാണ്, അപ്പുറത്ത് എഴുതാം, ഇതിൽ നിന്നുണ്ടാവുന്നതാണ് 5H5 ഉണ്ട്, HETE എന്ന് പറയുന്ന സാധനം. ആൻഡ് ദിസ് ഇസ് എ കീമോടാക്ടിക് ഏജന്റ് ആണ്. കീമോടാക്ടിക് ഏജന്റ് ആണ്. WBCയെ ഇങ്ങനെ വിളിക്കുന്ന അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഇനി ഇതിൽ നിന്നുണ്ടാകുന്ന വേറൊരു സാധനമാണ്, അതിന്റെ പേരാണ് ലുക്കോട്രൈൻ A4. സോ അതുണ്ടാക്കാനായിട്ട് ലുക്കോട്രൈൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും വേണ്ടത്. ആൻഡ് ലുക്കോട്രൈൻ A4ൽ നിന്നുണ്ടാവുന്നതാണ് ലുക്കോട്രൈൻ B4 എന്ന് പറയുന്ന സംഭവം. ലുക്കോട്രൈൻ B4 ആൻഡ് ലുക്കോട്രൈൻ B4 ഇസ് എ പവർഫുൾ ആയിട്ടുള്ള കീമോടാക്ടിക് ഏജന്റ് ആണ്. കീമോടാക്ടിക് ഏജന്റ് ആണ് ലുക്കോട്രൈൻ B4. ആൻഡ് ലുക്കോട്രൈൻ A4ൽ നിന്നുണ്ടാകുന്ന മറ്റു സാധനങ്ങളാണ് ലുക്കോട്രൈൻ C4, ലുക്കോട്രൈൻ D4 ആൻഡ് E4. സോ ഇതിനെല്ലാം വാസ്കുലാർ പെർമിയബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ള സംഭവങ്ങളാണ്. വാസ്കുലാർ പെർമിയബിലിറ്റി ക്യാൻ ബി ഇൻക്രീസ്. ആൻഡ് ഇനി ഈ 5-HETPE ഇതിൽ നിന്നുണ്ടാക്കാവുന്ന മറ്റൊരു സംഭവങ്ങൾ കൂടിയുണ്ട്. അതിന്റെ പേര് ലിപ്പോക്സിൻസ് എന്നാണ്. ലിപ്പോക്സിൻസ് A4, ലിപ്പോക്സിൻസ് A4 എന്ന് പറയുന്ന സംഭവമുണ്ട്. ലിപ്പോക്സിൻ B4 എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. അതിന്റെ പേര് 12-ലിപ്പോക്സിജനേസ് എന്നാണ് പറയുന്നത്. 12-ലിപ്പോക്സിജനേസ്. ആൻഡ് ഇത് രണ്ടും വാസോ ഡയലേറ്റർ ആണ്. ആൻഡ് രണ്ടിനും ന്യൂട്രോഫിലിനെ കീമോടാക്സിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് രണ്ടിനും സ്റ്റിമുലേറ്റ് ദ അഡ്ഹഷൻ ഓഫ് മോണോസൈറ്റിന്റെ അഡ്ഹഷൻ കൂട്ടാനുള്ള കഴിവും ഇവർക്ക് ഉണ്ട്. സോ ദീസ് ആർ ലിപ്പോക്സിൻസ്. അപ്പോൾ ലിപ്പോക്സിനേസ് വഴി ഉണ്ടായത് 5-HTE ഉണ്ടായി. ആൻഡ് ദെൻ ലുക്കോട്രൈൻ C4D4 E4 ഉണ്ടായി. ലുക്കോട്രൈൻ A4 ഉണ്ട്, ലുക്കോട്രൈൻ B4 ഉണ്ട്, പ്രധാനപ്പെട്ടാണ് B4. ദെൻ ലിപ്പോക്സിൻസ് A4 B4 പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. ഇനി ഫോസ്ഫോലിപ്പിഡ് ബയലെയറിൽ നിന്ന് വീണ്ടും ഞാൻ ഒന്നും കൂടി ഫോസ്ഫോലിപ്പിഡ് ബയലെയർ വെറുതെ ഓർത്തിരിക്കുക എവിടെ നിന്നാണെന്ന് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഉണ്ടാകുന്ന സെയിം എൻസൈം ഫോസ്ഫോലിപ്പേസ് A2 വഴി ഉണ്ടാകുന്ന വേറൊരു കെമിക്കലാണ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ PAF. സോ പേര് PAF പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പൊ എന്തായിരിക്കും ആദ്യത്തെ ജോലി? സ്റ്റിമുലേറ്റ്. ആരെയാണ്? പ്ലേറ്റ്ലെറ്റിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെ, അതാണ്. ആൻഡ് രണ്ടാമത്തെ ആക്ഷൻ ഇതിന് ലോ കോൺസെൻട്രേഷനിൽ, കുറഞ്ഞ കോൺസെൻട്രേഷനിലാണെങ്കിൽ വാസോ ഡയലേഷൻ ആണ് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ വാസ്കുലാർ പെർമിയബിലിറ്റി, കൂട്ടാനും പറ്റും. പക്ഷേ കോൺസെൻട്രേഷൻ കൂടിയാൽ, ഹൈ കോൺസെൻട്രേഷനിലാണെങ്കിൽ ദിസ് ഈസ് എ വാസോ കൺസ്ട്രക്ടർ ആണ് എന്നുകൂടി ഓർത്തു വെച്ച്. ആൻഡ് വേറെ ഒരുപാട് തരം ഫങ്ഷൻസ് കൂടി ഇതിനുണ്ട്. മൂന്നാമത്തെ ഫങ്ഷൻ എഴുതി കഴിഞ്ഞാൽ കീമോടാക്സിസ്. സോ കീമോടാക്സിസിൽ ഇതിന് റോൾ ഉണ്ട്. ദെൻ അഡ്ഹഷൻ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അഡ്ഹഷനിൽ ഇതിന് റോൾ ഉണ്ട്. ദെൻ ഡീഗ്രാനുലേഷൻ, ഇപ്പൊ മാസെല്ലൊക്കെ ആണെങ്കിൽ പൊട്ടി ഒലിക്കണം അല്ലെ, അതിൽ നിന്ന് ഹിസ്റ്റമിൻ. സോ ഡീഗ്രാനുലേഷനിൽ ഇത് റോൾ ഉണ്ട്. ദെൻ അപ്പോൾ മറ്റ് മീഡിയേറ്റേഴ്സ് ഉണ്ടാവാനുള്ള റോളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഹൈ കോൺസെൻട്രേഷനിൽ വാസോ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു, പ്ലസ് ഓൾസോ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ കൂടി ഉണ്ടാകും എന്ന് കൂടി ഓർത്ത് വെച്ചു. അതാണ് ഫോസ്ഫോലിപ്പേസ് A2. സോ ഇതാണ് PAF പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ നമുക്ക് അടുത്ത ഡീനോവോകാരൻ ഈ സൈറ്റോകൈൻസ് ആണ്. സൈറ്റോകൈൻസ് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ കീമോകൈൻസും കൂടി ഒന്ന്
പറയണം. ബിക്കോസ് കീമോകൈൻസ് ആർ എസെൻഷ്യലി സൈറ്റോകൈൻസ് തന്നെയാണ്. പക്ഷേ ഇത് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റിലുള്ളതാണ്. റിക്രൂട്ടിംഗ് WBC ആയിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയും. ആൻഡ് സൈറ്റോകൈൻസ് ആൻഡ് കീമോകൈൻസ് എല്ലാം തന്നെ പ്രോട്ടീൻസ് ആണ്. നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ ലിപിഡ്സ് ഓർ ഫാറ്റ്, അതായത് കെമിക്കലിയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പ്രോട്ടീൻസ് ഓർ പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയാം. വലിയ പ്രോട്ടീൻ ഒന്നുമല്ല, പോളിപെപ്റ്റൈഡ്സ് ആണ്. ആൻഡ് സൈറ്റോകൈൻസിലെ ഏറ്റവും പ്രധാനി ഇന്റർലൂക്കിൻസ് എന്നാണ് നമ്മൾ അതിന് പറയാം. ഇന്റർലൂക്കിൻസ്, ധാരാളം ഇന്റർലൂക്കിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയൊക്കെ ഫംഗ്ഷൻ പറഞ്ഞു പോകാം. ഒന്ന് ഇന്റർലൂക്കിൻ 1 ആണ്. ഇന്റർലൂക്കിൻ 1ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് വെച്ചാൽ ഫീവർ ആണ്. ഫീവർ മീൻസ് ടെമ്പറേച്ചർ. അപ്പൊ ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് ബിക്കോസ് ഓഫ് വൺ റീസൺ ഈസ് ബിക്കോസ് ഓഫ് ഇന്റർലൂക്കിൻ 1 ആണ്. സോ ഇറ്റ് ഈസ് എ പൈറോജനിക് സബ്സ്റ്റൻസ് ആണ്. രണ്ടാമത്തത് അപ്പൊ ഇന്റർലൂക്കിൻ 2നെ കുറിച്ച് പറഞ്ഞു. ഇന്റർലൂക്കിന് ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുക. ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ റെഗുലേഷൻ ആണ് ഇന്റർലൂക്കിൻ 2ന്റെ ഒരു പരിപാടി. ദെൻ ഉള്ളത് ഇന്റർലൂക്കിൻ 5 ആണ്. ഇന്റർലൂക്കിൻ 5 എന്ന് പറയുന്നത് WBCയിലെ ഇസിനോഫിലിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇസിനോഫിലിനെ ആക്ടിവേറ്റ് ചെയ്യലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇന്റർലൂക്കിൻ 6നെ ഫീവർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ റെഗുലേഷൻ ഓഫ് അക്യൂട്ട് ഫേസ് റിയാക്ടൻസ്. ഇൻഫ്ലമേഷനിൽ ഉണ്ടാവുന്ന അക്യൂട്ട് ഫേസ് റിയാക്ടൻസിന്റെ ഉദാഹരണം റിയാക്റ്റീവ് പ്രോട്ടീൻ, അങ്ങനെയൊക്കെ സംഭവങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്റർലൂക്കിൻ 4 ആൻഡ് 6 രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നത് പ്രോ ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്. ദെൻ ഇന്റർലൂക്കിൻ തന്നെ 7 ഉണ്ട്. അതിന് ടി സെല്ലിന്റെ മെച്ചുറേഷനിലാണ് അതിന്റെ റോൾ ഉള്ളത്. ദെൻ ഇന്റർലൂക്കിൻ 8 നമ്മൾ എവിടെയോ പറഞ്ഞു കീമോടാക്റ്റിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇന്റർലൂക്കിൻ 10 ഉണ്ട്. ഇന്റർലൂക്കിൻ 10ന് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ആണുള്ളത്. ഇൻഫ്ലമേഷന്റെ കൂടെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ എന്തിനാണെന്ന് ചോദിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇൻഫ്ലമേഷൻ ഒക്കെ തീർന്നു കഴിയുമ്പോൾ അത് നിർത്താനും കുറച്ച് ആൾക്കാർ വേണം അല്ലെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അപ്പോൾ അടുത്ത സൈറ്റോകൈൻ നമുക്ക് പറയാനുള്ളത് TNF ആണ്. ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്നാണ് ഇതിന്റെ പേര്. ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. ആൻഡ് ഇതിന് ഫീവർ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ട്യൂമർ നെക്രോസിസ് ഫാക്ടറിന് ഫീവർ ഇൻക്രീസ് ചെയ്യാം. ഇന്റർലൂക്കിൻ 1നും ഫീവർ ഇൻക്രീസ് ചെയ്യാം നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റയാണ്. വേറെയും ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ റോൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന് പ്രധാനമായിട്ടും വൂണ്ട് ഹീലിംഗിലാണ് ഇതിന് പ്രധാനപ്പെട്ട റോൾ. ഫൈബ്രോസിസ് ആൻഡ് വൂണ്ട് ഹീലിംഗ് ആണ്. ദെൻ ലിംഫോസൈറ്റ് ഫംഗ്ഷൻ റെഗുലേഷൻ കൂടി ഇതിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ ഇനിയുള്ള ഒരു സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ ഇന്റർഫെറോൺസ് ആണ്. ഇന്റർഫെറോൺസിൽ നമുക്ക് എല്ലാം ഒന്നും പറയണ്ട. ഇന്റർഫെറോൺസ് ഗാമയെ കുറിച്ച് പറയാം. അതിന്റെ ഒരു ഫംഗ്ഷൻ T ഹെൽപ്പർ സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്രോണിക് ഇൻഫ്ലമേഷനിൽ ആൻഡ് ഗ്രാനുലോമ ഫോർമേഷനിലൊക്കെ ഇതിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ദെൻ ക്യാൻ ഓൾസോ സ്റ്റിമുലേറ്റ് മാക്രോഫേജസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന റോൾ. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത്, പിന്നെ നമുക്ക് അടുത്ത ആൾക്കാർ സൈറ്റോകൈൻസിൽ തന്നെ കീമോകൈൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. കീമോകൈൻസ് വെച്ചാൽ കീമോ അട്രാക്ടൻസ് ആണ്. ആരെ അട്രാക്ട് എന്ന് വെച്ചാൽ WBCയെ അട്രാക്ട് ചെയ്യുന്ന കെമിക്കൽസിനാണ് നമ്മൾ കീമോകൈൻസ് എന്ന് പറയുക. സോ ഇൻഫ്ലമേഷൻ സൈറ്റിലേക്ക് WBCയെ അട്രാക്ട് ചെയ്യുക. റിക്രൂട്ട്മെന്റ് ഓഫ് WBC. പലതരം കീമോകൈൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് വെറും കീമോകൈൻസ്, കീമോകൈൻസ് ഉണ്ട്. കീമോകൈൻസ് ലിംഫോസൈറ്റിനെ ആകർഷിക്കുന്നതാണ്, ലിംഫോസൈറ്റിനെ. ദെൻ കീമോകൈൻസ് ഉണ്ട്. അതിൽ തന്നെ പലതരമുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇയോടാക്സിൻ. ഇയോ കേൾക്കുമ്പോൾ തന്നെ ഇസിനോഫിലിനെ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. റാൻറ്റസ് എന്ന് പറയുന്ന ആൾക്കാർ T സെല്ലിനെ അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ T സെൽ ഓർ CD4 സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന, ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ MCP1 എന്ന് പറയുന്നത് മാക്രോഫേജിനെ അട്രാക്ട് ചെയ്യുന്ന, അതിന്റെ കീമോടാക്റ്റിക് ആണ്. പിന്നെ ഉള്ളത് CXC കീമോകൈൻ ആണ്. കീമോകൈൻ ആണ്. ഇന്റർലൂക്കിൻ 8 എന്ന് പറയുന്നത്, ഇന്റർലൂക്കിൻ 8 ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ കീമോടാക്റ്റിക് ഫോർ ന്യൂട്രോഫിൽസിനുള്ള കീമോടാക്റ്റിക്. ഇതാണ് സൈറ്റോകൈൻസ് ആൻഡ് കീമോകൈൻസ്. ഇനിയുള്ളൊരു മീഡിയേറ്റർ നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് ഒരു ഷോർട്ട് ലിവ്ഡ് ഗ്യാസ് ആണ് സംഭവം. സോ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് എൻഡോത്തീലിയൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വഴി ആർജിനിൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. നൈട്രിക് ഓക്സൈഡിന്റെ ആക്ഷൻ ഓർത്തിരിക്കാൻ PgI2ന്റെ ഓർത്താൽ മതി. ഓർത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ത്രോംബോക്സൈഡിന്റെ ഓർക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. സെയിം ഇത് തന്നെയാണ് ഇതിന്റെ ആക്ഷൻ, നൈട്രിക് ഓക്സൈഡ്. ഇനി ഇതുണ്ടാകുന്നത് ഇതേ നൈട്രിക് ഓക്സൈഡ് തന്നെ മാക്രോഫേജസിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പൊ എൻസൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് മൈക്രോബ്സിനെയും അല്ലെങ്കിൽ ട്യൂമർ സെൽസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയുള്ളതായിരിക്കും.
ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇനി വേറെയും ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അതർ ഫ്രീ റാഡിക്കൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇൻഫ്ലമേഷൻ എന്ന വീഡിയോയിൽ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞു. വൺ ഈ സൂപ്പർ ഓക്സൈഡ്സ് ആണ്. ദെൻ പിന്നെ H2O2 പ്രധാനപ്പെട്ടതാണ്. ഹൈപ്പോക്ലോറസ് ആസിഡ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതേപോലെ ലിപ്പോസോമൽ എൻസൈംസ് ഉണ്ട്. അതിനൊക്കെ ബാക്ടീരിയ കൊല്ലാനായിട്ടുള്ള ആക്ഷൻ ഉണ്ട്. സെം ന്യൂറോപെപ്റ്റൈഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അത്രയൊന്നും ഇനി പോകുന്നില്ല. ഇനി നമുക്ക് പ്ലാസ്മ ഡിറൈവ്ഡ് സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ, മീഡിയേറ്റേഴ്സ് ഏതെല്ലാമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 എന്ന് പറഞ്ഞു. ഒന്ന് ക്ലോട്ടിംഗ് സിസ്റ്റം ആണ്. ക്ലോട്ടിംഗ് സിസ്റ്റം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഫൈബ്രിനോലിറ്റിക് എന്ന് പറയുമ്പോൾ ക്ലോട്ടിൽ വഴി ഉണ്ടായിരുന്ന ഫൈബ്രിൻ അല്ലെ, അത് നമുക്ക് സ്ഥിരം വേണ്ട, അത് നമുക്ക് അലിയിച്ച് കളയണം. അതാണ് ഫൈബ്രിനോലിറ്റിക് സിസ്റ്റം. മൂന്നാമത്തത് കൈനിൻ സിസ്റ്റം ആണ്. നാലാമത്തെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലൊക്കെ ശരീരത്തിന്റെ ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ വന്നാൽ അതിനെ നശിപ്പിക്കുന്ന കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് 4. സോ ദാറ്റ് ഈസ് കോംപ്ലിമെന്റ് സിസ്റ്റം. ഇതിൽ ക്ലോട്ടിംഗ് സിസ്റ്റം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഞാനിവിടെ ആവശ്യമുള്ള മാത്രമേ പറയത്തുള്ളൂ. ഫൈബ്രിനോലിറ്റിക്സ് ആവശ്യമുള്ളത് ഞാൻ പറയും. ദെൻ കൈനിൻ സിസ്റ്റം ഞാൻ പറയും. ദെൻ കോംപ്ലിമെന്റ് സിസ്റ്റം ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ആണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ മൊത്തം ഇത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. അത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. ഇവിടെ പരീക്ഷയ്ക്ക് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലുള്ള സംഭവങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ എന്നാ പിടിച്ചോ എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ അങ്ങോട്ട് തരാം. നമ്മുടെ ക്ലോട്ടിംഗ് ആൻഡ് ഫൈബ്രിനോലിറ്റിക് സിസ്റ്റം ഇതൊരു സിസ്റ്റം ആണല്ലോ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു, ദെൻ ഫൈബ്രിൻ ഉണ്ടാകുന്നു, ഫൈബ്രിൻ അലിയുന്നു. ആൻഡ് ഈ സിസ്റ്റത്തിലുള്ളതാണ് ഫാക്ടർ 12 എന്ന് പറയുന്നത്. ഫാക്ടർ 12ന്റെ പേര് ഹെഗ്മൻ ഫാക്ടർ എന്നാണ്. ഈ ഹെഗ്മൻ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ 12നെ ആക്ടിവേറ്റ് ചെയ്യുന്ന എന്താണ്? ബ്ലഡ് വെസലിൽ നിന്ന് പൂട്ടി, ഇൻഫ്ലമേഷൻ സമയത്ത് അത് പൂട്ടി, അത് ബേസ്മെന്റ് മെംബ്രെയിനിൽ പോയി ഒട്ടിച്ചേരുമ്പോൾ അതാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക. കോണ്ടാക്റ്റിലാവുമ്പോഴത്തേക്കും ഇത് ഇൻഫ്ലമേഷനിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ഇത് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട് ഈ സംഭവം. അപ്പോ ക്ലോട്ടിംഗ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ ഉണ്ടാകും. അപ്പോ ഫാക്ടർ 12 ആക്ടിവേറ്റഡ് ടു ഫാക്ടർ 12A ആകുന്നു, ആക്ടിവേറ്റഡ് ആകും. ഇത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ചില ഫ്രാഗ്മെന്റ്സ് ബ്ലഡിലുള്ള പ്രീ കാലിക്രിൻ എന്ന് പറയുമ്പോൾ തന്നെ പേര് ഇനാക്റ്റീവ് ആയിരിക്കും സംഭവങ്ങൾ. ഇതും ഇനാക്റ്റീവ് ആയിരുന്നു. പ്രീ കാലിക്രിനെ ആരാക്കി മാറ്റുന്നു? കാലിക്രിൻ ആക്കി മാറ്റുന്നു. KRIN ആണ്. കാലിക്രിൻ ആക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ഈ കാലിക്രിൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ കാലിക്രിൻ മറ്റൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കൈനിനോജനെ പിടിച്ചിട്ട് ബ്രാഡികൈനിൻ ആക്കി മാറ്റും. ബ്രാഡികൈനിൻ എന്ന് പറയുന്ന സംഭവമാക്കി മാറ്റും. സോ അപ്പൊ കൈനിൻ സിസ്റ്റത്തിൽ 2 പേരുണ്ട്. വൺ ഈസ് ബ്രാഡികൈനിൻ ആൻഡ് സെക്കൻഡ് ഈസ് കാലിക്രിൻ. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ക്ലോട്ടിംഗ് ആൻഡ് ഫൈബ്രിനോലിറ്റിക് സിസ്റ്റത്തിൽ വെച്ചാണ്. ഹെഗ്മൻ ഫാക്ടർ മൂലമാണ്. അപ്പൊ ഈ ബ്രാഡികൈനിൻ എന്തൊക്കെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഡികൈനിന്റെ വൺ റോൾ ഈസ് ഇൻ പെയിൻ ആണ്. വേദന ഉണ്ടാക്കാൻ പറ്റില്ല. വേദന ഉണ്ടാക്കുന്ന വേറെ ആൾ നമ്മൾ പറഞ്ഞത് PGE1 ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. PGE1 can sensitize, then this can cause vasodilation ഉണ്ടാക്കാൻ പറ്റും. ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് സ്മൂത്ത് മസിൽ കൺട്രാക്ഷനും ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ബ്രാഡികൈനിൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ നമുക്ക് അടുത്ത ആൾ കാലിക്രിൻ നേരെ തിരിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാക്ടർ 12 ഹെഗ്മൻ ഫാക്ടറിനെ ആക്ടിവേറ്റഡ് ഹെഗ്മൻ ഫാക്ടർ ആക്കി മാറ്റാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആക്ടിവേറ്റഡ് ആയിട്ടാണ് ഇയാൾ ഉണ്ടാകുന്നതെങ്കിൽ ഇയാൾ പോയിട്ട് ഇയാളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയ മാറ്റും. ഫീഡ്ബാക്ക് എന്ന് പറയാം. സോ കൊയാഗുലേഷൻ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കാലിക്രിന് പറ്റും. ദെൻ ഓൾസോ കാലിക്രിന് വേറെ പണിയുള്ളത് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റമൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഫൈബ്രിൻ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഫൈബ്രിനോജൻ ഈസ് കൺവേർട്ടഡ് ടു ഫൈബ്രിൻ. ആൻഡ് ഫൈബ്രിൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ഫൈബ്രിനോപെപ്റ്റൈഡ് എന്ന് പറയുന്ന ആള് കൂടി അതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദിസ് ഫൈബ്രിനോപെപ്റ്റൈഡ് ആണ് എന്തുണ്ടാക്കുന്നത്? വാസ്കുലാർ പെർമിയബിലിറ്റി വർദ്ധിപ്പിക്കുന്നത്. ഇനി ഉണ്ടായ ഫൈബ്രിൻ നശിച്ചു പോകണം അല്ലെ. ഉണ്ടായ ഫൈബ്രിനോലൈസിസ് വഴി നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളാണ് ഫൈബ്രിനോലൈസിൻ. ഓക്കെ, അതിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഫൈബ്രിൻ സ്പ്ലിറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ആൻഡ് ദിസ് ഫൈബ്രിൻ സ്പ്ലിറ്റ് പ്രൊഡക്റ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസസ് ദ വാസ്കുലാർ പെർമിയബിലിറ്റി. സോ ഇത് മൂന്നും ഇൻട്രിക്കലി കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം കൂടി പറഞ്ഞു ഞാൻ ഈ സിസ്റ്റം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ക്ലോട്ടിംഗ് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മറ്റേ സിസ്റ്റം മൊത്തം വരച്ചു വയ്ക്കാം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്കിനി കോംപ്ലിമെന്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഞാൻ മൊത്തം ഒന്നും പറയുന്നില്ല. കോംപ്ലിമെന്റ് സിസ്റ്റം ഇപ്പൊ സാംസങ് ഫോണിന്റെ S24 എന്നൊക്കെ പറഞ്ഞ പോലെ അത് S24 ലൈറ്റ് ആണ്, അത്രേ ഉള്ളൂ, ലൈറ്റ് വെർഷൻ. സോ കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് C1 മുതൽ
മുതൽ C9 വരെയുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ തന്നെ ആക്ടിവേറ്റഡ് C3A, C25B എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഏകദേശം 20 വരും. സോ C1 to C5 തൊട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് 3 പാത്വേ ഉണ്ട്. 3 പാത്വേയിലൂടെ ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാം. ഒന്ന് ക്ലാസിക്കൽ പാത്വേ ആണ്. ക്ലാസിക്കൽ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബുലിൻ G ഓർ ഇമ്യൂണോഗ്ലോബുലിൻ M അതുവഴി ഉണ്ടാകുന്ന ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് അതുവഴി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഓൾട്ടർനേറ്റീവ് പാത്വേ എന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ ടോക്സിൻസ് വഴി അല്ലെങ്കിൽ അഗ്രിഗേറ്റഡ് ഇമ്യൂണോഗ്ലോബുലിൻസ് വഴി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആൾട്ടർനേറ്റ് പാത്വേ. മൂന്നാമത്തെ പാത്വേ എന്ന് വെച്ചാൽ മാനോസ് ബൈൻഡിൻ ലെക്റ്റിൻ പാത്വേ ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് ലെക്റ്റിൻ പാത്വേ എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇത് ബാക്ടീരിയയുടെ അകത്ത് മാനോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ then this can activate complement system. സോ എന്തായാലും കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ ചില പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തെല്ലാമാണ് ആ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഈസ് C3A ആണ്. C3Aയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ഇൻക്രീസ് വാസ്കുലാർ പെർമിയബിലിറ്റി. രണ്ടാമത്തത് C3B ആണ്. C3B ഈസ് ആൻ ഓപ്സോണിൻ ആണ്. ബാക്ടീരിയ തടഞ്ഞു വെച്ചിട്ട് എന്താടാ കള്ളൻ പിടിച്ചോ എന്ന് പറയാനായിട്ട് ചെയ്യുന്ന ഓപ്സോണൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ്. ദെൻ C5A ഉണ്ട്. C5Aക്കും വാസ്കുലാർ പെർമിയബിലിറ്റി കൂട്ടാനായിട്ട് പറ്റുന്ന സംഭവമാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ കീമോടാക്ടിക് കൂടിയാണ്. WBCക്ക് ഇവിടെ വരൂ, ബാക്ടീരിയ ഇവിടെ ഉണ്ട്, കൊല്ലു എന്ന് പറയുന്ന ആളാണ്. ആൻഡ് C3Aയും C5Aയും കൂടി ഒരുമിച്ച് ദിസ് ക്യാൻ ആക്ടിവേറ്റ് ഓർ സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് ഹിസ്റ്റമിൻ റിലീസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് രണ്ടിനെയും കൂടി ചേർത്ത് അനാഫിലാടോക്സിൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇനി C5B മുതൽ C5B to C9 ഇതൊരു കോംപ്ലക്സ്. ഇപ്പം ഇത് ബാക്ടീരിയ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൽ കയറിയ C5A ഇങ്ങനെയൊക്കെയുള്ള C5-9 വരെയുള്ള എല്ലാം കൂടി ചേർന്ന് ഇവിടെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ മെംബ്രെയിനിൽ തുള വരുമ്പോൾ വെള്ളം കയറുമ്പോൾ ബാക്ടീരിയ ചത്തു അല്ലെങ്കിൽ ബാക്ടീരിയ ബേസ്റ്റ് ആവും. ഈ കോംപ്ലക്സിനെ C5B to C5-9 നമ്മൾ വിളിക്കുക MAC എന്നാണ്, അല്ലെങ്കിൽ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ അവസാനം മിക്കവാറും മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് ബാക്ടീരിയയെ പടമാക്കുന്നതാണ് പ്രധാനപ്പെട്ട ജോലി. ഇനിയും ധാരാളം കോംപ്ലിമെന്റ് പ്രോട്ടീൻസുകൾ ഉണ്ട്, അതിനും ആക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് ഇത്രയും മതി. നമുക്ക് C3A കുറിച്ച് പറയാം, C3B കുറിച്ച് പറയാം, C5A കുറിച്ച് പറയാം, C5B to C9 വരെയുള്ള മാക്കിനെ കുറിച്ചും കൂടി പറഞ്ഞ് തൽക്കാലം നമുക്ക് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ എന്നുള്ള ഈ വീഡിയോ നമുക്ക് നിർത്താം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.